ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു 1 2 3 4 6 ആർ ബി ദ റിലേഷൻ ഓൺ എ ഡിഫൈൻഡ് ബൈ എ ബി സച്ച് ദാറ്റ് എ ബി ബിലോങ്സ് ടു എ, ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ. ഇവിടെ ശ്രദ്ധിക്കുക, ആർ ഈസ് എ റിലേഷൻ ഓൺ എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ അതിൻ്റെ മീനിങ് മനസ്സിലായോ? ക്വസ്റ്റ്യൻ ആർ ഈസ് എ റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ എയിന്ന് എയിലേക്കുള്ള റിലേഷനാണ് ആർ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 6 എയിന്ന് എയിലേക്ക് തന്നെ ഉള്ള റിലേഷനാണ് ആർ. ഞാൻ എ രണ്ടാമത് എഴുതാൻ പോവാണ്. 1 2 3 4 6 എയിന്ന് എയിലേക്കുള്ള റിലേഷനാണ് ആറ്. ആറിനകത്തുള്ള ഓഡേഡ് പേര് എ കോമ ബിയിലാണ് വരേണ്ടത്. ആ ഫോമിലാണ് വരേണ്ടത്. എയിന്ന് എയിലേക്കുള്ള റിലേഷനാണ് ആറ്. ആറിനകത്തുള്ള ഓഡേഡ് പേര് എ കോമ ബി ആണ്. എ കോമ ബി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെറ്റിനകത്തുള്ള ജനറൽ എലമെൻറ്റ് എയും രണ്ടാമത്തെ സെറ്റിനകത്തുള്ള ജനറൽ എലമെൻറ്റ് ബിയും. അതാണ് അതിൻ്റെ അർത്ഥം. റിലേഷനകത്ത് എ കോമ ബി ഫോമിൽ വരണം. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെറ്റിനകത്തുള്ള ജനറൽ എലമെൻറ്റും ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റിനകത്തുള്ള ജനറൽ എലമെൻറ്റുമാണ്. ഇവിടെ കണ്ടീഷൻ വായിച്ചു നോക്കിയേ. ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ. എന്താ അതിൻ്റെ അർത്ഥം? ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ എന്ന് പറഞ്ഞാൽ ബി ബൈ എ കാണാൻ പറ്റണം. ബി ബൈ എ ഈസ് എ നാച്ചുറൽ നമ്പർ എന്നല്ലേ അതിൻ്റെ അർത്ഥം? വായിച്ചു നോക്കിയേ. ബി ഈസ് ഡിവിസിബിൾ ബൈ എ. ബീനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ബി ബൈ എ ഒരു നാച്ചുറൽ നമ്പറാണ്. ബി ബൈ എ ഒരു നാച്ചുറൽ നമ്പറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാമല്ലോ, ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ എന്ന് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാലോ. അതല്ലേ കുറച്ചുകൂടി നല്ലത്? ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ. അല്ലെങ്കിൽ ബി ബൈ എ നാച്ചുറൽ നമ്പർ, എങ്ങനെ വേണമെങ്കിലും പറയാം. ഇതിലേതാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്തോ, കുഴപ്പമില്ല. ബി ബൈ എ നാച്ചുറൽ നമ്പർ ആവുന്നത് ബി എയുടെ ഒരു മൾട്ടിപ്പിൾ ആവുമ്പോഴാണ് അല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആ റിലേഷൻ എഴുതി തുടങ്ങാം. റിലേഷൻ ആർ ഈക്വൽ ടു എക്ക് ഓരോ വാല്യൂ കൊടുക്കുക. എയുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം ബി വരേണ്ടത്. എക്ക് ഓരോ വാല്യൂ കൊടുക്കട്ടെ. 1ൻ്റെ മൾട്ടിപ്പിൾ 1 തന്നെയാണ്. 1 പോസിബിളാണ്. 1ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് 2. കാരണം 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 എന്നല്ലോ. 1 ആവുമ്പോൾ തന്നെ കുറേ പോസിബിലിറ്റി ഉണ്ടല്ലോ. 1 3 1 4 1 6 ഇതൊക്കെ വരും. 1 3 1 4 1 6 ഇതെല്ലാം വരും. കാരണം 1ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 6 വരാം. 1ൻ്റെ മൾട്ടിപ്പിൾ 6 ആവാൻ കാരണം 1നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആവുന്നുണ്ട്. 1 വെച്ചിട്ടുള്ള എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എക്ക് 2 കൊടുക്കാം. എക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ 2ൻ്റെ മൾട്ടിപ്പിൾ 2 അല്ലേ. എ 2 ആവുമ്പോൾ ബി ക്യാൻ ബി 2. കഴിഞ്ഞിട്ടില്ല. എ 2 ആവുമ്പോൾ ബി ക്യാൻ ബി 4. കാരണം 2ൻ്റെ മൾട്ടിപ്പിൾ 4 ആണ്. 2 × 2 4 അല്ലേ. 2,6 വരാം. ഇത് 2 ആവുമ്പോൾ 2ൻ്റെ മൾട്ടിപ്പിൾ 6 പോസിബിൾ അല്ലേ. ഇനിയോ 3 ആണെന്നുണ്ടെങ്കിലോ. ഇനി അടുത്തത് എക്ക് 3 കൊടുത്തു. 3യുടെ മൾട്ടിപ്പിൾ 3 ആണ്. 3 ആവുമ്പോൾ തന്നെ ഇനിയുണ്ട്. 3യുടെ മൾട്ടിപ്പിൾ 6 കൂടിയാണ്. ശരിയല്ലേ. ഇനിയോ ഇനിയുണ്ടോ വല്ലതും? 4 ആയാൽ 4ൻ്റെ മൾട്ടിപ്പിൾ 4 തന്നെ. ഇവിടെ എഴുതട്ടെ. പിന്നെ 4ൻ്റെ മൾട്ടിപ്പിൾ 4 അത് മാത്രമേ ഉള്ളൂ. ഇവിടെ 6 വരുമ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾ 6 എല്ലാം ആയിട്ടുണ്ട്. റിലേഷൻ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കാണേണ്ടതെന്ന് നോക്കിയേ. നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും കാണാൻ പറയുന്നുണ്ട് അല്ലേ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെൻറ്റ്സ് 1
റിപ്പീറ്റ് ചെയ്യണ്ട കേട്ടോ. 1 2 3 4 6. ആ എഴുതിയ ഓർഡേഡ് പെയറിലെ ആദ്യത്തെ എലമെൻറ്റുകളെല്ലാം എഴുതാം. 1 2 3 4 6. റിപ്പീറ്റ് ചെയ്യാതെ. റേഞ്ച് കാണാൻ പറയുന്നുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റ്സ് ഓഫ് ദ ഓർഡേഡ് പെയർ. 1 2 3 4 6. പിന്നെ റിപ്പീറ്റേഷനാണ്. സെക്കൻഡ് എലമെൻറ്റ്സ് 1 2 3 4 6. പിന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല ഞാൻ. ഡൊമൈനും റേഞ്ചും എഴുതി കഴിഞ്ഞു.